ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 9ാമത്തെ പാഠമാണ്. ഈക്വൽ ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മാത്സ് നോക്കിയാലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് അയച്ചാലും മതി. സോ ഇവിടെ നമുക്ക് അതിൻ്റെ ബാലൻസ് ആണ് എടുക്കേണ്ടത്. ലെറ്റ്സ് പാക്ക്. ദ ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് സോപ്പ് ബാസ് ദി വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് മെയ്ഡ് ഈച്ച് ഡേ. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ താഴെ നിങ്ങൾക്ക് ടേബിളിൽ വർക്ക് എക്സ്പീരിയൻസിലെ കുട്ടികൾ ഓരോ ദിവസം ഉണ്ടാക്കിയ സോപ്പുകളുടെ എണ്ണമാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓരോ ഡേ, ഫസ്റ്റത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഡേ ആണ് തന്നിട്ടുള്ളത്. ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ നമ്പർ, അതായത് മൺഡേ അവർ 36 സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ട്യൂസ്ഡേ 32 സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. വെനസ്ഡേ 24 തയ്യാറാക്കിയിട്ടുണ്ട്. തേഴ്സ്ഡേ 48 സോപ്പ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഫ്രൈഡേ 40 സോപ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് എഴുതേണ്ടത്. എത്ര പാക്കറ്റുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നാണ്. അതായത് ആദ്യത്തെ കോളത്തിൽ 2 ഇൻ ഈച്ച്. നമുക്ക് നോക്കാം. തിങ്കളാഴ്ച മൺഡേ 36 സോപ്പാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 2 എണ്ണം വീതം ഇട്ടാൽ എത്ര പാക്കറ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇവിടെ മൺഡേ 36 സോപ്പുകളാണ് അവർ നിർമ്മിക്കുന്നത്. സോ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് 2 എണ്ണം ഒരു പാക്കറ്റിൽ ഇട്ടാൽ എത്ര പാക്കറ്റുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഒന്നിൽ 2, രണ്ടാമത്തെ പാക്കറ്റിൽ 2, അങ്ങനെ എത്ര പാക്കറ്റുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ കയ്യിൽ 36 സോപ്പാണുള്ളത്. അതിനെന്ത് നോക്കണം? 36ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കുക. സോ ഇവിടെ 36ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 36 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 3ൽ എത്ര 2 ഉണ്ട്? 1 1 2 2 ആണ്. ബാലൻസ് 3 - 2 1 ആണ്. 6 ഇറക്കി ചെയ്ത് 16. 16ൽ എത്ര 2 ഉണ്ട്? 8 8 2 16 ആണ്. നമുക്ക് എത്ര കിട്ടി ഉത്തരം? 18. 36ൽ 18 2 ആണുള്ളത്. 18 2കളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 18 പാക്കറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. നമുക്ക് 36 സോപ്പല്ലേ നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് എത്ര പാക്കറ്റ്സ് ആണ് നിർമ്മിക്കാൻ പറ്റുന്നത്? നമ്പർ ഓഫ് പാക്കറ്റ്സ് 18 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ കോളത്തിലേക്ക് 18 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത കോളത്തിൽ നോക്കിക്കേ, 4 ഇൻ ഈച്ച് പാക്കറ്റ്. ഈച്ച് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പാക്കറ്റിലും 4 എണ്ണം ഇട്ടാൽ നമുക്ക് എത്ര പാക്കറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും? 36ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കുക. നമുക്ക് 36ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 3ൽ 4 ഇല്ല. 36ൽ 9 4s ആണുള്ളത്. 9 4 36 ആണ്. ബാലൻസ് 0. സോ നമ്മൾ കണ്ടെത്തി 36ൽ 9 4കളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 9 പാക്കറ്റുകൾ നിർമ്മിക്കാൻ പറ്റും. ഒരു പാക്കറ്റിൽ 4 ഇട്ട്, രണ്ടാമത്തെ പാക്കറ്റിൽ 4 ഇട്ട്, അങ്ങനെ 9 പാക്കറ്റുകളാണ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ കോളത്തിൽ 9 എന്ന് എഴുതി കൊടുക്കുക. നമ്മളിവിടെ മൺഡേത്തത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഇനി നമുക്ക് ട്യൂസ്ഡേൻ്റെ നോക്കാം. ട്യൂസ്ഡേൻ്റെത് അവർ നിർമ്മിച്ചത് 32 സോപ്സ് ആണ്. 32 സോപ്പുകളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് എഴുതേണ്ടത് 2 എണ്ണം ഓരോ പാക്കറ്റിൽ വെക്കുകയാണെങ്കിൽ 2 ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലും 2 എണ്ണം വെച്ചാൽ എത്ര പാക്കറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും? ഒരു പാക്കറ്റിൽ 2, രണ്ടാമത്തെ പാക്കറ്റിൽ 2, അങ്ങനെ ഓരോ പാക്കറ്റിലും 2 സോപ്പുകൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര പാക്കറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും? 32ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 32 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 32 ബൈ 2. 3ൽ എത്ര 2 ഉണ്ട്? 1 ആണ്. 1 × 2 2 ആണ്. ബാലൻസ് 3 - 2 1. 2 ഇറക്കി ചെയ്ത് 12ൽ എത്ര 2 ഉണ്ട്? 6 2s ആണുള്ളത്. 6 × 2 12 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 16 ആണ്. 32ൽ 16 2കളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 16 പാക്കറ്റ്സ് നിർമ്മിക്കാൻ പറ്റും. അടുത്തത് 4 ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലും 4 സോപ്പ് ഇടുകയാണെങ്കിലോ നമുക്കതിന് 32ൽ എത്ര 4കളുണ്ടെന്ന് നോക്കണം.
നമുക്കറിയാം 32 എത്രയാണ് 8 നാലുകളാണുള്ളത് 8 4 32 സോ നമുക്ക് 8 പാക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളവിടെ കോളത്തിൽ 8 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് വെനസ്ഡേ എത്രയാണ് 24 സോപ്സ് ആണ് അവർ ഉണ്ടാക്കുന്നത്. 2 എണ്ണം ഒരു പാക്കറ്റിൽ ഇട്ടാൽ എത്ര പാക്കറ്റ്സ് നിർമ്മിക്കാം? നമുക്ക് 24ൽ എത്ര 2 ഉണ്ടെന്ന് കാണണം. 24 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 12 ആണ്. സോ നമുക്കിവിടെ 12 പാക്കറ്റ്സ് നിർമ്മിക്കാൻ പറ്റും. ഇനി 24ൽ എത്ര 24 സോപ്സ് ആണ് 4 എണ്ണം ഓരോ പാക്കറ്റ്സിൽ ഇട്ടാൽ എത്ര ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 24 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. എത്രയാണ് 24 ഡിവൈഡഡ് ബൈ 4? 6 ആണ് അല്ലേ? സോ നമുക്കിവിടെ 6 പാക്കറ്റ്സ് നിർമ്മിക്കാൻ പറ്റും എഴുതുക. അടുത്തത് തേഴ്സ്ഡേ അവർ 48 സോപ്സ് ആണ് തയ്യാറാക്കുന്നത്. നമുക്ക് 2 എണ്ണം ഓരോ പാക്കറ്റിൽ ഇട്ടാൽ എത്ര പാക്കറ്റ്സ് നിർമ്മിക്കാൻ പറ്റും? നമുക്ക് 48 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കണം. നമുക്ക് ആൻസർ 24 എന്നാണ് കിട്ടുക. സോ നമുക്കിവിടെ 24 സോപ്സ് തയ്യാറാക്കാൻ പറ്റും. അടുത്തത് ഒരു പാക്കറ്റിൽ 4 എണ്ണം ഇടുകയാണെങ്കിൽ 4 ഇൻ ഈച്ച് പാക്കറ്റ് ആണെങ്കിൽ 48 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ് 12 എന്നാണ് കിട്ടുന്നത്. സോ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ഫ്രൈഡേ അവർ 40 സോപ്സ് ആണ് തയ്യാറാക്കുന്നത്. നമുക്ക് എത്ര 2 എണ്ണം ഇട്ടാൽ എത്ര പാക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും? 40 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. 40ൽ എത്ര 2 ഉണ്ട്? 20 ആണ് കിട്ടുന്നത്. സോ നമുക്കിവിടെ 20 പാക്കറ്റ്സ് നിർമ്മിക്കാൻ പറ്റും. ഇനി 4 എണ്ണമാണെങ്കിലോ 4 എണ്ണം ഒരു പാക്കറ്റിൽ ഇട്ടാൽ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് 10 എന്നാണ് കിട്ടുന്നത്. നമുക്കിവിടെ 4 എണ്ണം ഇടുകയാണെങ്കിൽ 10 പാക്കറ്റ്സ് ആണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇനി അവിടെ ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കാണാം. ആദ്യം നമ്പർ ഓഫ് സോപ്സിൻ്റെ ടോട്ടൽ കാണാം. 36 പ്ലസ് 32 പ്ലസ് 24 പ്ലസ് 48 പ്ലസ് 40 നമുക്ക് എത്ര കിട്ടും? നമുക്ക് 180 എന്ന് കിട്ടും. നിങ്ങളവിടെ 180 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത കോളം കൂട്ടി നോക്കാം. 2 ഇൻ ഈച്ച് പാക്കറ്റ് എന്നുള്ളത് 18 പ്ലസ് 16 പ്ലസ് 12 പ്ലസ് 24 പ്ലസ് 20 നമുക്ക് ആൻസർ 90 കിട്ടും. അടുത്തത് 4 ഇൻ ഈച്ച് പാക്കറ്റ് എന്നുള്ള കോളം കൂട്ടാം. 9 പ്ലസ് 8 പ്ലസ് 6 പ്ലസ് 12 പ്ലസ് 10 നമുക്ക് 45 എന്നാണ് ആൻസർ കിട്ടുന്നത്. നിങ്ങളവിടെ 45 എന്ന് എഴുതി കൊടുക്കുക. വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ നമ്പർ ഓഫ് പാക്കറ്റ്സ് വെൻ ഈച്ച് പാക്കറ്റ് ഹാസ് 2 bars വെൻ ഈച്ച് ഹാസ് 4? ഒരു പാക്കറ്റിൽ 2 എണ്ണം വെക്കുമ്പോഴും ഒരു പാക്കറ്റിൽ 4 എണ്ണം വെക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം തോന്നിയത്? നമ്പർ ഓഫ് പാക്കറ്റ്സിൽ എന്താണ് വ്യത്യാസം തോന്നിയത് എന്നാണ് ചോദിച്ചത്. നമുക്ക് പറയാം, ഒരു പാക്കറ്റിൽ 4 എണ്ണം വെക്കുമ്പോൾ അതിൻ്റെക്കാട്ടിലും ഡബിളാണ് ഒരു പാക്കറ്റിൽ 2 എണ്ണം വെക്കുമ്പോൾ. അവിടെ എഴുതി കൊടുക്കുക. വെൻ ഈച്ച് പാക്കറ്റ് ഹാസ് 2 bars ദി നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈസ് ഡബിൾ കമ്പയർഡ് ടു വെൻ ഈച്ച് പാക്കറ്റ് ഹാസ് 4 bars. 4 ബാറുള്ള പാക്കറ്റുള്ള കോളത്തിനെക്കാട്ടിലും ഡബിളാണ് 2 bars ഉള്ള പാക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് മെയ്ഡ് ഡ്യൂറിങ് ദിസ് വീക്ക്? ഈ ഒരു ആഴ്ചയിൽ ഉണ്ടാക്കിയ സോപ്സിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണെന്ന് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ടോട്ടൽ കോളത്തിൽ, അതായത് മൺഡേ പ്ലസ് ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ പ്ലസ് ഫ്രൈഡേ 5 ദിവസം കൂടി കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 180 സോപ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ദ സോപ്പ് ഈസ് സോൾഡ് അറ്റ് 20 rupees ഫോർ എ ബാർ. ഒരു ബാറിന് 20 rupees വെച്ചിട്ട് അത് വിറ്റു. ഹൗ മച്ച് ഡിഡ് ദ ക്ലബ് ഗെറ്റ്? എത്രയാണ് ക്ലബിന് കിട്ടുക? ഹൗ ഡു വി കാൽക്കുലേറ്റ്? നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവിടെ എത്ര സോപ്പുകളുണ്ട്, എത്ര ബാറുകളുണ്ട്? 180 ബാറുകളാണുള്ളത്. ഒരു ബാർ വിറ്റത് 20 രൂപയ്ക്കാണ്. സോ നമുക്ക് കാണേണ്ടത് 180 bars എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 180 into 20 ചെയ്യാം. നമുക്ക് ആൻസർ 3600 എന്ന് കിട്ടും. ഇവിടെ സോപ്പ് വിറ്റത് 3600 rupeesനാണ്. The money they got was in all in 100 rupee notes. How many notes? അവർക്ക് പൈസ കിട്ടിയത് മുഴുവനും എത്രയാണ്? 100 rupee നോട്ട്സുമാണ്. 100ൻ്റെ നോട്ടുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 3600 ആണല്ലോ അവർക്ക് ടോട്ടലി
സോൾഡ് ചെയ്തപ്പോൾ കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത്. ഈ 3600 എന്നുള്ളത് അവർക്ക് 100ൻ്റെ നോട്ടുകളിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്ര 100ൻ്റെ നോട്ടുകളാണ് കിട്ടിയതെന്നാണ് ചോദിച്ചത്. അത് നമുക്ക് എന്ത് നോക്കിയാൽ മതി? 3600ൽ എത്ര 100 ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 36 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കാം. ഇവിടെ 0ഉം 0ഉം കട്ട് ചെയ്യാം നമുക്ക്. പിന്നെ രണ്ടാമതും 0ഉം 0ഉം നമുക്ക് കട്ട് ചെയ്യാം. ഇനി 36 ബൈ 1 ആയി. 36 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 36 തന്നെയാണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 36 ആണ്. 36 100ൻ്റെ നോട്ടുകളാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. If it was all in 200 rupee notes, how many notes? ഇതെല്ലാം 200 രൂപയുടെ നോട്ടുകളായിരുന്നെങ്കിലോ എത്ര നോട്ടുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അതിന് നമുക്ക് 3600ൽ എത്ര 200 ഉണ്ടെന്ന് നോക്കിയാൽ മതി. നേരത്തെ 100 നോട്ടുകൾ മാത്രമായപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? 3600ൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ 200ൻ്റെ നോട്ടാണെന്നാണ് പറഞ്ഞത്. സോ നമ്മളിവിടെ 3600ൽ എത്ര 200 ഉണ്ടെന്ന് നോക്കാം. നമുക്ക് 3600 ബൈ ഡിവൈഡഡ് ബൈ 200 ചെയ്ത് നോക്കാം. നമുക്ക് വേഗം സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോസ് ഒക്കെ കട്ട് ചെയ്യാം. 36 ഡിവൈഡഡ് ബൈ 2 എന്നായി. 3ൽ എത്ര 2 ഉണ്ട്? 1 ആണ്. ബാലൻസ് 1 വരും. 16ൽ എത്ര 2 ഉണ്ട്? 8 ആണ്. നമുക്ക് ആൻസർ 18 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 18 200ൻ്റെ നോട്ടുകൾ ഉണ്ടാവും എന്നാണ് കിട്ടിയ ആൻസർ. ലെറ്റ്സ് റൈറ്റ് ദിസ് യൂസിങ് ദി ഡിവിഷൻ സൈൻ. ഡിവിഷൻ സൈൻ ഉപയോഗിച്ച് എഴുതാം എന്നാണ്. നമ്മൾ തൊട്ട് മുകളിൽ കണ്ടെത്തിയ സാധനം തന്നെയാണ്. 3600 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 3600ൽ എത്ര 100 ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഉത്തരം 36 ആണ്. അവിടെ 36 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ 3600 ഡിവൈഡഡ് ബൈ 200, 3600ൽ എത്ര 200കളുണ്ട്? ആൻസർ 18 ആണ്. നിങ്ങളവിടെ 18 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് മെൻ്റൽ മാത്ത്. നമുക്ക് ചെയ്ത് നോക്കാതെ നമുക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 36 ബൈ 2. 36 ഡിവൈഡഡ് ബൈ 2 നമ്മൾ മുകളിലൊക്കെ ചെയ്തതാണ്. 36 ബൈ 2 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 18 ആണ്. നിങ്ങൾ അവിടെ 18 എന്ന് എഴുതി കൊടുക്കുക. ഇനി 36 ഡിവൈഡഡ് ബൈ 4 നമ്മൾ മനസ്സിലാക്കുക. ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതിനെക്കാട്ടിലും പകുതിയാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ. അതായത് 18ൻ്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാകുക, 9. 36 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 9 ആണ് ഉണ്ടാവുക. ഇനി 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 40ൻ്റെ പകുതി എത്രയാണ്? ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതിയാണല്ലോ. 40ൻ്റെ പകുതി 20 അല്ലേ? 20 എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി 40 ഡിവൈഡഡ് ബൈ 4 നമുക്കറിയാം ഡിവൈഡഡ് ബൈ 2ൻ്റെ പകുതിയാണ് അവിടെ ഉണ്ടാവുക. അതായത് 20യുടെ പകുതി. അതെത്രയാണ്? 20യുടെ പകുതി 10 ആണ്. നിങ്ങളവിടെ 40 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളിടത്ത് 10 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത 32 ബൈ 2. 32 ബൈ 2 എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. 3ൽ ഒരു 2 ആണുള്ളത്. ബാലൻസ് 1, 12ൽ 6, 16 2 എന്നാണ് വരിക. ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുക? 16, 16 എന്നാണ്. നിങ്ങളവിടെ 16 എഴുതി കൊടുക്കുക. ഇനി 32 ബൈ 4 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കണോ? വേണ്ട. ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16. 16ൻ്റെ പകുതി ആയിരിക്കും ബൈ 4 ചെയ്യുമ്പോൾ. 16ൻ്റെ പകുതി എത്രയാണ്? 8 അല്ലേ? 16. 8 ആണ് പകുതി. 8 ആണ്. 32 ബൈ 4 നമുക്ക് 8 എന്നാണ് കിട്ടുക. നിങ്ങൾ 8 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 72 ബൈ 2 എത്രയാണ്? 36 ആണ്. നിങ്ങളവിടെ 36 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ 72 ബൈ 4 എത്രയായിരിക്കും? 72 ബൈ 2 36 ആണെന്ന് പറഞ്ഞു. 36ൻ്റെ പകുതി എത്രയാണ്? 18 ആണല്ലേ? സോ നിങ്ങളവിടെ 72 ബൈ 4 18 എന്ന് എഴുതി കൊടുക്കുക. യൂസിങ് ദി എബോവ് ടേബിൾ ഹൗ ഡു വി കാൽക്കുലേറ്റ് 76 ഡിവൈഡഡ് ബൈ 2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുകളിലത്തെ ടേബിൾ നോക്കിയിട്ട് നിങ്ങളോട് 76 ഡിവൈഡഡ് ബൈ 2 എത്രയാണെന്ന് കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. 76 എന്ന് പറഞ്ഞാൽ 76 എന്ന് പറഞ്ഞാൽ 40 + 36 ആണല്ലോ. 40 36 കൂട്ടിയാൽ നമുക്ക് 76 കിട്ടും അല്ലേ? നമ്മൾ മുകളിലത്തെ ടേബിളിൽ 40 ബൈ 2ഉം 36 ബൈ 2ഉം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 76 ബൈ 2 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 40 ബൈ 2 അതായത് 20ഉം 36 ബൈ 2 അതായത് 18ഉം കൂടി കൂട്ടിയാൽ മതി. 20 + 18 എത്രയാണ്? 20ഉം 10ഉം 30, 30ഉം 8ഉം 38.
അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാതെ 76/2 38 കിട്ടിയിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ, സിമ്പിൾ ആണല്ലേ. അടുത്തത് പറയാണ്, വെൻ 40 ഈസ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ സെറ്റ്സ്, നമ്പർ ഇൻ ഈച്ച് സെറ്റ്. 40നെ തുല്യമായ 2 സെറ്റുകളാക്കിയാൽ സെറ്റിലുള്ള ഒരു നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. 40നെ തുല്യമായി 2 ആക്കിയാൽ ഏതൊക്കെയാണ് നമ്പർ വരിക? 40 എന്ന് പറയുന്നത് 20+20 അല്ലേ, 20+20 ആണ്. സോ നമുക്ക് സെറ്റുകളിലെ നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. നിങ്ങൾ അവിടെ 20 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത്, വെൻ 36 ഈസ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ സെറ്റ്സ്, നമ്പർ ഇൻ ഈച്ച് സെറ്റ്. 36നെ 2 തുല്യമായിട്ട് 2 ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗത്തുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. 36നെ 2 ഭാഗങ്ങളാക്കിയാൽ നമ്മൾ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 36/2 എത്രയാണ്? 18 ആണ്. സോ നിങ്ങളിവിടെ എഴുതുക, നമുക്ക് 18 ആണ് ഉത്തരം. 18 + 18 അല്ലേ 36. 36നെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ, 2 തുല്യമായിട്ടുള്ള 2 സെറ്റുകളാക്കിയാൽ അതിലൊരു സെറ്റിലെ നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. അടുത്തത്, വെൻ 76 ഈസ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ സെറ്റ്സ്, നമ്പർ ഇൻ ഈച്ച് സെറ്റ്. 76നെ 2 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലെ ഒരു ഭാഗത്തിലെ നമ്പർ ഏതെന്നാണെന്ന് ചോദിച്ചത്. നമ്മൾ 76/2 കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ 38 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം, ഇവിടെ 2 ഭാഗങ്ങളാക്കിയാൽ ഏതായിരിക്കും? 38 + 38 അല്ലേ 26. 2 ഭാഗങ്ങളാക്കുമ്പോൾ 38 എന്നാണ് ആക്കുക. അതിലെ ഭാഗത്തിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് 38 ആണ്. അവിടെ 38 എന്ന് എഴുതി കൊടുത്തേ. അടുത്തത് 68/2 എത്രയാണ്? 68 ÷ 2 എത്രയാണ്? നമുക്ക് 34 എന്ന് കിട്ടും. 6നെ /2 ചെയ്താൽ 3ഉം 8നെ /2 ചെയ്താൽ 4ഉം 34 ആണ് ആൻസർ വരുന്നത്. അടുത്തത് 68/4 ÷ 4 ആണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 68/2 ചെയ്തപ്പോൾ നമുക്ക് 34 ആണ് കിട്ടിയത്. 34ന്റെ പകുതി ആയിരിക്കും 68നെ 4നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ. 34ന്റെ പകുതി എത്രയാണ്? 17 ആണല്ലേ. 68/4 17 ആണ്. നിങ്ങളവിടെ 17 എന്ന് എഴുതി കൊടുക്കുക. ഇനി 76/4 നമ്മൾ മുകളിൽ 76/2 38 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇവിടെ 76/4 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 38ന്റെ പകുതി എടുത്താൽ മതി. 38ന്റെ പകുതി എത്രയാണ്? 19 ആണ്. നിങ്ങളവിടെ 19 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത് നോക്കിക്കേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 8 × 6 48 ആണെന്ന് തന്നിട്ടുണ്ട്. 9 × 4 36 ആണെന്ന് തന്നിട്ടുണ്ട്. 7 × 6 42 ആണ് തന്നിട്ടുണ്ട്. 6 × 5 30 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് 48/8 എത്രയാണ്? 48ൽ എത്ര 8കളുണ്ട്? ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് 8 6കളാണ് 48 എന്ന്. സോ ഇവിടെ താഴെ ചോദിക്കുകയാണ് 48ൽ എത്ര 8 ഉണ്ട് എന്നാണ്. 48 ÷ 8 എന്ന് പറഞ്ഞാൽ 48ൽ എത്ര 8 ഉണ്ട് എന്നാണ് ചോദിച്ചത്. മുകളിലല്ലേ തന്നിട്ടുള്ളത് 8 6കൾ 48 ആണെന്ന്. സോ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? എന്താണ്? കണക്ക് കൂട്ടാതെ നമുക്ക് മുകളിലത്തെ ടേബിളിൽ നിന്ന് തന്നെ എടുത്തെഴുതാൻ പറ്റി. 48ൽ 6 8കളാണുള്ളത്. അതേപോലെ താഴെ നോക്കി, താഴെ ചോദിക്കുകയാണ് 48 ÷ 6 എത്രയാണെന്ന്. അതായത് 48ൽ എത്ര 6കളുണ്ട്? മുകളിലത്തെ ടേബിളിൽ തന്നു 8 6കളാണുള്ളത്. നേരെ തിരിച്ചാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ 8 6കളാണുള്ളതെന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത കോളം നമുക്ക് ഇതേപോലെ എഴുതാം. സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ നോക്കി താഴേക്ക് എഴുതി കൊടുത്താൽ മാത്രം മതി. ഇവിടെ 9 × 4 ഈസ് ഈക്വൽ ടു 36 എന്ന് തന്നിട്ടുണ്ട്. അതായത് 9 4കൾ 36 ആണ്, അല്ലെങ്കിൽ 4 9കൾ 36 ആണെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് മനസ്സിലായല്ലോ. ഇനി താഴെ ചോദിക്കുകയാണ് 36 ÷ 4 എത്രയാണ്? അതായത് 36ൽ എത്ര 4കളുണ്ട്? അതല്ലേ മുകളിൽ നേരെ തന്നിട്ടുള്ളത്. 36ൽ എത്ര 4 ഉള്ളത്? 9 4 36 എന്ന് മുകളിൽ തന്നിട്ടില്ലേ? സോ ഇവിടെ താഴെ ചോദിക്കുകയാണ് 36ൽ എത്ര 4കളാണുള്ളത്. നോക്കി അങ്ങ് എഴുതുക. 9 4കളാണുള്ളത്. 9 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് താഴെ എന്താണ് ചോദിക്കേണ്ടത്? മറ്റേ ഇതേപോലെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തെന്നാണ് എഴുതി കൊടുക്കേണ്ടത്? ഇവിടെ 4ന് പകരം
9 എന്ന് എഴുതി കൊടുക്കുക. 36 ഡിവൈഡഡ് ബൈ 9 എത്രയാണെന്ന് ചോദിക്കാം. ഇവിടെ നിങ്ങൾ 36 ഡിവൈഡഡ് ബൈ 9 ഡിവിഷൻ്റെ സിമ്പിളാണ് ഇട്ട് കൊടുക്കേണ്ടത്. തൊട്ട് മുകളിലത്തെ പോലെ ഇത് ഇവിടെ എൻ്റെ ഫോണിൽ സപ്പോർട്ട് അല്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. സോ 36 ബൈ 9 36ൽ എത്ര 9 ഉണ്ടെന്നാണ് മുകളിൽ തന്നിട്ടുണ്ട് ഉത്തരം. 36ൽ എത്ര 9 ആണ്? 4 9 ആണ് 36 തന്നിട്ടുണ്ട്. സോ ഉത്തരം എഴുതി കൊടുക്കുക 4. അടുത്തത് നോക്കിക്കേ, ടേബിളിൽ 7 × 6 42 ആണെന്ന് തന്നിട്ടുണ്ട്. താഴെ 2 മോഡലിലും നമ്മൾ തന്നെ എഴുതണം. ആദ്യം നമുക്ക് എന്ത് എഴുതാം? 42 എന്നാണ് തുടക്കത്തിൽ വരിക. 42 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഡിവിഷൻ ആണ് വരിക. ഏതാണ്? ആദ്യം 7 എഴുതി കൊടുക്കാം. ആൻസർ എത്രയാണ്? 42ൽ എത്ര ഏകളുണ്ട്? മുകളിൽ തന്നിട്ടുണ്ട് 6 ഏകളാണെന്ന് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടെ ആൻസർ 6 എന്ന് എഴുതി കൊടുക്കുക. ഇനി താഴെ നമുക്ക് 42 ബൈ, നമ്മളിവിടെ 7 അല്ലേ എഴുതിയത്, അടുത്തത് 6 കൊടുക്കാം. അടുത്ത നമ്പർ 6 കൊടുക്കാം. 42 ബൈ 6 എത്രയാണ്? 7 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. 42ൽ 7 ആറുകളാണുള്ളത്. അടുത്തതും ഇതേപോലെ എഴുതി കൊടുക്കാം. 6 × 5 6 അഞ്ചുകൾ അല്ലെങ്കിൽ 5 ആറുകൾ 30 ആണെന്ന് തന്നിട്ടുണ്ട്. താഴെ നമുക്ക് എഴുതാം 30 എന്നാണ് ആദ്യം എഴുതുക. 30 ബൈ 6 ആദ്യം എഴുതാം. 30ൽ എത്ര 6 ഉണ്ട്? 5 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. 5 എന്ന് എഴുതുക. പിന്നെ അടുത്തത് ചോദിക്കാം 30ൽ എത്ര 5 ഉണ്ടെന്ന്. എത്രയാണ് ഉത്തരം? 30ൽ 6 5 ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ഉത്തരം നിങ്ങൾ 6 എന്ന് എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേ ഈ ഒരു ടേബിള്? ഈ ഒരു ടേബിള് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തത് താഴെ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. എന്താണ് ഇത്? ഓപ്പോസിറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഇങ്ങനെ ഡിവിഷൻ തന്നാൽ നമുക്ക് ഡിവിഷൻ കണ്ടെത്താനാവും, ഡിവിഷൻ തന്നാൽ മൾട്ടിപ്ലിക്കേഷനും കണ്ടെത്താനാവും. അതായത് ഇവിടെ 2 സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു വലിയ സംഖ്യ കിട്ടിയില്ലേ. അതായത് 7 × 6 42 കിട്ടി. 42നോട് ഏതെങ്കിലും ഒരു ചെറിയ സംഖ്യ ഡിവൈഡ് ചെയ്താൽ നമുക്ക് മറ്റേ രണ്ടാമത്തെ ചെറിയ സംഖ്യ കിട്ടും. സോ അവിടെ എഴുതി കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഓപ്പോസിറ്റ്സ്. രണ്ടും വിപരീതമാണ്. ഇഫ് യു മൾട്ടിപ്ലൈ 2 നമ്പേഴ്സ് ടു ഗെറ്റ് എ ബിഗ് നമ്പർ, നിങ്ങൾ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വലിയൊരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡിവൈഡ് ദ ബിഗ് നമ്പർ ടു ഗെറ്റ് ബാക്ക് ദി സ്മോൾ നമ്പർ. അതായത് നമുക്ക് ആ വലിയ നമ്പറിനോട് ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ മറ്റേ ചെറിയ നമ്പർ കിട്ടും എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു കാര്യം പറയട്ടെ, നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയയ്ക്കുക. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു പേജ് വരെയാണ് പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.